നദീർ ഫഅഗ്ഫ്നി വഅജ്ർനി യാ മുജീർ മിനസ് സഈർ യാ ഗിയാസി യാ മലാദി ഫീ മുലിമ്മാത്തിൽ ഉമൂർ. ഈ വരി അങ്ങ് വായിക്കുമ്പോൾ എന്താ അർത്ഥം? ഞാൻ ചുരുക്കി പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, താങ്കളുടെ സാധുവായ അടിമയിത താങ്കളുടെ ഔദാര്യം കാംക്ഷിച്ചു കൊണ്ടുവന്നിരിക്കുന്നു. അതിനാൽ എന്നെ സഹായിക്കണമേ. നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന പ്രവാചക, എന്നെ താങ്കൾ രക്ഷപ്പെടുത്തേണമേ എന്നർത്ഥം വരുന്ന ഈ വരികൾ കൊടുത്തിട്ട് ഇതേക്കുറിച്ച് അതിന് ചോദ്യം ചോദിക്കുകയാണ്, ഇത് ഇസ്ലാമികമാകുമോ എന്നുള്ളത്. ഇത് എൻ്റെ മനസ്സിൽ തറക്കുകയാണ്. ഇത് ശരിയാണല്ലോ, അള്ളാഹുവിന്റെ റസൂലിനെ വിളിച്ചുകൊണ്ട് പ്രവാചകരെ താങ്കളുടെ അടിമ എന്ന് പറയുന്നത് ഇസ്ലാമിക ദൃഷ്ടി തെറ്റാണെന്ന് എൻ്റെ മനസ്സിൽ തോന്നുകയും എന്നാലും മൗലിദാണല്ലോ എന്ന് കരുതി സമാധാനിക്കുകയും ചെയ്തുവെങ്കിലും രാത്രി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അങ്ങനെ ആ മൗലിദിനോടുള്ള അമിതമായ സ്നേഹം നഷ്ടപ്പെടാൻ അതിനിടയാകുകയും പിന്നീട് ഇതിനുള്ള പോംവഴി എന്താണെന്ന് ആലോചിക്കുകയുമാണ് ചെയ്യുന്നത്. അതിനിടയിലാണ് പിന്നെ മനസ്സിലേക്ക് വരുന്നത്, ഏതായിരുന്നാലും മൗലിദ് പ്രവാചന കാലത്തുള്ളതല്ലോ, അത് പിന്നീട് പലരും ഉണ്ടാക്കിയതാണല്ലോ എന്ന് കരുതി നമ്മളതങ്ങ് ശരിയാക്കിയാൽ മതി എന്നാ പിന്നെ വിചാരിച്ചത്. ഉണ്ടാക്കിയ ആൾക്ക് തെറ്റുപറ്റിയെങ്കിൽ നമ്മൾ ശരിയാക്കിയാൽ മതിയല്ലോ. അങ്ങനെ ശരിയാക്കാനുള്ള ശ്രമമായി. പിന്നീട് മൗലിദിന് പോകുമ്പോൾ ഞാനവിടെ മാറ്റി ചൊല്ലാൻ തുടങ്ങി, അബ്ദുകൽ മിസ്കീനു യർജു ഫദ്ലകൽ ജമ്മൽ വഫീർ ഫീക ഖദ് അഹ്സൻതു ളന്നി യാ ഗഫൂറു യാ റഹീം യാ ബശീറു യാ നദീർ എന്ന അല്ലാഹുവിന്റെ റസൂലിന്റെ രണ്ട് വിശേഷണങ്ങളും അത് മാറ്റിവെച്ചിട്ട് പകരം യാ ഗഫൂറു യാ റഹീം എന്ന് ഗഫൂറും റഹീമുമായവനെ എന്ന് വിളിച്ചുകൊണ്ട് ഈ അബ്ദുക എന്ന പ്രയോഗം അള്ളാഹുവിനോടാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പിന്നീട് ഞാൻ ചെയ്തത്. പിന്നെ മൗലിദിന് പോകുമ്പോൾ അങ്ങനെയാ ചൊല്ലാറുണ്ടായിരുന്നത്. പക്ഷേ ഇങ്ങനെയാണെങ്കിലും മനസ്സിലൊരു സംശയം, സംഗതി ഒരു വരിയാണെങ്കിലും വഹാബികൾ പറയുന്നിടത്തുണ്ടല്ലോ, അപ്പൊ ഇനിയും അങ്ങനെ ഉണ്ടാകുമോ? അങ്ങനെ പിന്നീട് വൈകുന്നേരം വീടുകളിൽ വന്നാൽ മൗലിദിന്റെ കിതാബെടുത്തു അതിങ്ങനെ തലക്കുന്ന് പരിശോധിക്കലായി പണി. പരിശോധിക്കുമ്പോഴാണ് ഞെട്ടിക്കുന്ന സത്യം ഞാൻ മനസ്സിലാക്കുന്നത്. 4 വഴി താഴോട്ടങ്ങ് പോയാൽ അവിടെ കാണാം ഹുസൈൻ എന്നവിടെ പിതാമഹൻ പ്രവാചകനാണെന്ന കാര്യത്തിൽ സംശയമില്ല. ഇപ്പോൾ ആ പ്രവാചകനെ വിളിച്ചുകൊണ്ടാണ് യാ ഗഫൂറു യാ റഹീം എന്ന് വിളിക്കുന്നത് എന്നാലോചിച്ചപ്പോൾ അതിലും വലിയ ബേജാറ്. ഏതായാലും ശരി, ആ വരി അങ്ങ് വേണ്ടെന്ന് വെച്ചു. കൂട്ടത്തിൽ പറയട്ടെ, എൻ്റെ കൂടെ ഞാൻ സൂചിപ്പിച്ചിരുന്ന ആ 2 മുസ്ലിയാക്കന്മാരും ഈ ആശയം ഉൾക്കൊള്ളുകയും അവരും ഇങ്ങനെ ഈ ഒരു ഇതിൽ കുടുങ്ങിയിട്ട് മൗലിദിനൊക്കെ പോകുമ്പോൾ പിന്നെ ഇങ്ങനെ പിറകോട്ട് മാറി നിൽക്കുക, ചെല്ലാൻ പറഞ്ഞാൽ ചെല്ലുന്നില്ല. ഇങ്ങനെയുള്ള സംശയങ്ങളായപ്പോൾ അവിടുത്തെ ശാഖ SSF ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി, ഞങ്ങൾ സംശയം അകറ്റാൻ വേണ്ടി ഒരു മതപഠന ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. സെൻസിങ്ങിന്റെ ചീഫ് എഡിറ്റർ അഡ്വക്കേറ്റ് AK ഇസ്മായിൽ വഫ വന്നിട്ട് ക്ലാസ് എടുക്കുകയും ആ ക്ലാസ്സിന് ശേഷം ഇസ്മായിൽ വഫയുമായി പുതുപ്പറമ്പിലെ SSFന്റെ ഓഫീസിൽ വെച്ച് 1 മണിക്കൂറോളം ചർച്ച ചെയ്യുകയും ചെയ്തപ്പോൾ ആ ചർച്ചയിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടു മുജാഹിദ് പ്രസ്ഥാനമാണ് ശരി എന്നുള്ളത്. അഥവാ എന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിലേക്ക് ആകർഷിച്ചത് മൗലിദാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ എന്നെ ഉറപ്പിച്ചത് AK ഇസ്മായിൽ വഫയാണ്. 1 മണിക്കൂർ നേരം അയാളുമായി നടത്തിയ ചർച്ചയിൽ അയാൾ എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു ഇതാണ് ശരി. അവസാനം അയാൾ പറഞ്ഞത്, നിങ്ങൾ പക്ഷേ എന്നെക്കാൾ ഓതിയിട്ടുണ്ടാകുന്ന, എനിക്ക് മിസ്കാത്ത് വരെ ഓതിയ ഇൽമേ ഉള്ളൂ, ശേഷം ഞാൻ പുസ്തകം വായിച്ച ഇൽമാണ്, നിങ്ങളൊരു പക്ഷെ എന്നെക്കാളും ഓതിയിട്ടുണ്ടാവാം. അതുകൊണ്ട് നിങ്ങളുടെ ഈ ചോദ്യത്തിന് മറുപടി പറയാൻ ഞാൻ തയ്യാറല്ല എന്നാണ്. ഞാൻ ചോദിച്ച ചോദ്യം ഇയാളുടെ പ്രസംഗത്തിൽ ഇയാൾ പറഞ്ഞിരുന്നു മുജാഹിദിനെ തുടരാൻ പാടില്ല, കാരണം മുജാഹിദിന്റെ നമസ്കാരത്തിന് ഷർത്തും ഫർളും ഇല്ല എന്ന്. അപ്പം ഞാൻ ചിന്തിച്ചു, നമ്മൾ മദ്രസയിൽ പഠിച്ചത് 14 ഫർളാണ്. ഫാത്തിഹ, റുക്കൂ, സുജൂദ് തുടങ്ങിയ 14 ഫർളാണ് പഠിച്ചത്. ആ ഫർള് മുജാഹിദിന് ഇല്ല എന്നപ്പോൾ ഇയാൾ പറഞ്ഞത്. അതേതായാലും ശരിയല്ല. അപ്പം തന്നെ അയാളുടെ ഒരു മാനസികമായ അകൽച്ച തോന്നി. ഞാൻ വെറുതെ എഴുതി കൊടുത്തു, ഇങ്ങനെയാണെങ്കിൽ ചില സ്ഥലങ്ങളിൽ 2 വിഭാഗം സുന്നികൾ പരസ്പരം തുടരാതിരിക്കുന്നുണ്ട്, ഇതിന് വല്ല കാരണവുമുണ്ടോ എന്ന. അതിൻ്റെ പേരിലാണ് 1 മണിക്കൂറോളം ചർച്ച നടന്നത്. അവസാനം അയാൾ പറഞ്ഞത്, ഞാൻ മിസ്കാത്ത് വരെ ഓതിയിട്ടുള്ളൂ, അതിനാൽ എനിക്ക് വിശദമായി പറയാൻ സാധ്യമല്ല, ഒറ്റവാക്കി ഉത്തരം പറയാൻ ചോദ്യമുണ്ടെങ്കിൽ ചോദിക്കാമെന്ന. അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അത്യാവശ്യം വിവരമുണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ വന്നത്, വിവരമില്ലെങ്കിൽ പിന്നെ നിങ്ങളോട് ചോദിക്കാൻ ചോദ്യമില്ല എന്നും പറഞ്ഞ് ഓഫീസിൽ നിന്ന് ഇറങ്ങിപ്പോരുക ചെയ്തത്. അതോടുകൂടി പിന്നെ അവിടുത്തെ AP വിഭാഗത്തിന് അത് വലിയ തിരിച്ചടിയായി മാറി. EK വിഭാഗം ഇത് പ്രചരിപ്പിക്കുകയും ഇവിടെ വലിയ നേതാവ് വന്നിട്ട് ഒന്നുമല്ലാത്ത ഒരു ചെറുക്കൻ്റെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പതറിപ്പോയി എന്ന് EK വിഭാഗം പ്രചരിപ്പിച്ചപ്പോൾ
പിന്നെ AP വിഭാഗത്തിന്റെ ശ്രമം എൻ്റെ പിതാവിനെ എനിക്കെതിരെ തിരിക്കാനായിരുന്നു. പിതാവിന് അഡ്രസ് ഇല്ലാത്ത കത്തുകളും അതുപോലെ വിവരങ്ങളുമൊക്കെ ഇവിടുന്നുമൊക്കെ ആയിട്ട് നൽകുകയും അങ്ങനെ പിതാവിനെ ദേഷ്യം പിടിപ്പിച്ചിട്ട് എന്നെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ശ്രമമാണ് പിന്നീട് നടക്കുന്നത്. പിതാവിനോട് പറഞ്ഞു, നീ മുജാഹിദിന്റെ അഖീദയിൽ ഉറച്ചു നിൽക്കുന്നുവെങ്കിലും നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല വാപ്പ, എനിക്ക് മുജാഹിദിന്റെ അഖീദ ഇല്ല, ഞാനിപ്പോഴും സുന്നിയാണ്. മുജാഹിദിന്റെ അഖീദ എന്താണ് എന്ന് താങ്കൾ പറഞ്ഞു വരികയാണെങ്കിൽ ഞാൻ മാറാമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം അതിനൊന്നും തയ്യാറില്ലാതെ, ഈ നിലപാടാണെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി ബന്ധമില്ല, നിനക്ക് എന്നെ കാണാൻ, എന്നെ തൊടാൻ, മരിച്ചാൽ മയ്യത്ത് പോലും കാണാൻ എനിക്ക് സമ്മതമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിതാവ് പ്രഖ്യാപിച്ചപ്പോ, ശരി വാപ്പ, ഉമ്മയും വാപ്പയും ഇല്ലെങ്കിൽ എനിക്ക് അള്ളാഹു ഉണ്ടാകുമെന്ന് പറഞ്ഞപ്പോൾ നിനക്ക് അള്ളാഹു ഉണ്ടാകുമ്പോൾ നിനക്ക് കാണാമെന്ന് പറഞ്ഞുകൊണ്ട് വാപ്പ പുറത്താക്കിയപ്പോൾ 3.5 വർഷമായി വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. വാപ്പയുമായി യാതൊരു ബന്ധവുമില്ലാതെ ഇന്ന് വാപ്പ ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറി ഉമ്മയെ കണ്ടുപോഴുന്നുവെന്നല്ലാണ്ട്, എന്നാലും ശരി ഈ സത്യം തുറന്നു പറയാൻ അവസരമുണ്ട്, അതിനുള്ള ഒരു ഭാഗ്യമുണ്ട് എന്നതിനാൽ അങ്ങേയറ്റം സംതൃപ്തനാണ്. ഞാനവിടെ SKSF-ന്റെ പ്രവർത്തകരെ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു, ഞാനിതാ SKSF-ലേക്ക് തിരിച്ചു വരാം, തയ്യാറാണ്. ഒരൊറ്റ കാര്യം, ആരാധന എന്ന് വിളിക്കാവുന്ന, ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങളൊക്കെയും പടച്ച തമ്പുരാന് മാത്രമേ ആകാവൂ എന്ന് പ്രസംഗിക്കാൻ, അത് പ്രഖ്യാപിക്കാൻ അവസരം നൽകുമെങ്കിൽ ഞാൻ തിരിച്ചു വരാമെന്ന് പറഞ്ഞപ്പോൾ അതല്പം പ്രയാസമാണ് എന്നാണ് SKSF-ന്റെ പ്രവർത്തകർ പോലും അന്ന് എനിക്ക് മറുപടി നൽകിയത്. ഇബാദത്ത് എന്ന് വിളിക്കാവുന്ന കാര്യങ്ങൾ പടച്ച റബ്ബിന് മാത്രമേ ആകാവൂ എന്ന് പ്രഖ്യാപിക്കാൻ പറഞ്ഞാൽ അത് പ്രയാസമാണെങ്കിൽ എനിക്ക് ആ സ്ഥാനത്തിൽ നിൽക്കാൻ സാധ്യമല്ലെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഇറങ്ങിപ്പോന്നുവെങ്കിൽ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ അന്ന് 4 or 5 പ്രവർത്തകർ മാത്രമുണ്ടായ അന്നാട്ടിൽ എനിക്ക് ഒരു പള്ളി നിർമ്മിക്കാൻ, ഒരു മദ്രസ സ്ഥാപിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുകയാണ്. അങ്ങനെ പള്ളിയും മദ്രസയും സ്ഥാപിച്ചു. ഇന്ന് അവിടെ ഖതീബായി സേവനം അനുഷ്ഠിക്കുന്നു. 100ഓളം ആളുകൾ ജുമുഅയ്ക്ക് പങ്കെടുക്കുന്ന നല്ലൊരു മാറ്റത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഇന്ന് ആ നാട് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഇനിയും മാറ്റാനുള്ള അവസരം നൽകുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സമയമില്ലാത്തതിനാൽ ഇനിയും ആളുകളുണ്ടായതിനാൽ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഈ സത്യം വ്യക്തമായി ബോധ്യപ്പെടുകയും അത് പ്രചരിപ്പിക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള അവസരം, അതിന് തൗഫീഖ് പടച്ച റബ്ബ് നമുക്കും മാതാപിതാക്കൾക്കും പ്രദാനം ചെയ്യുമാറാവട്ടെ. സത്യം സത്യമായി മനസ്സിലാക്കുകയും അത് ഉൾക്കൊള്ളുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും മാതാപിതാക്കൾക്കും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ. അസത്യം അസത്യമായി മനസ്സിലാക്കുകയും അത് തള്ളിക്കളയുകയും അതിനെതിരെ പ്രതികരിക്കുകയും ചെയ്യാനുള്ള തൗഫീഖ് നമുക്കും മാതാപിതാക്കൾക്കും പടച്ച റബ്ബ് പ്രദാനം ചെയ്യുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി നിങ്ങളോട് അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നത് കണ്ണൂർ കാമ്പസാർ ജുമാ മസ്ജിദ്, വടകര അടക്കാത്തെരുവ് പള്ളി ദർസിലും ശേഷം പഠനാർത്ഥം ന്യൂഡൽഹിയിലെ കാശിഫുൽ ഉലൂം കോളേജിൽ കാശിഫി ബിരുദമെടുക്കുകയും ചെയ്ത മുഹമ്മദ് സലാഹുദ്ദീൻ അയ്യൂബി അൽ കാശിഫി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ, വളരെ പരിമിതമാണ്, അതുകൊണ്ട് ചില്ലറ വാക്കുകൾ മാത്രം സംസാരിച്ചുകൊണ്ട് നിർത്താം. 7-8 വർഷത്തെ ജോലിക്കിടയിലുള്ള അനുഭവത്തിൻ്റെ പേരിൽ മാത്രമാണ് ഈ ഇസ്ലാഹി പ്രസ്ഥാനത്തിലേക്ക് കടന്നു വരേണ്ടി വന്നത്. അതായത് പൂർണ്ണമായ റബ്ബിനെക്കുറിച്ച് അതാത് ശൈലിയിൽ ഖുർആൻ്റെ വെളിച്ചത്തിൽ പറഞ്ഞാൽ അതിനൊരു അംഗീകാരം കിട്ടാതെ പൂർണ്ണമായ അള്ളാഹുവിനെക്കുറിച്ച്, അതായത് ദുആ ചെയ്യൽ അള്ളാഹുവിനോട് മാത്രം, അതുപോലെ തന്നെ സത്യം ചെയ്യൽ അത് അള്ളാഹുവിനെ കുറിച്ച് മാത്രമായിരിക്കണം, അതുപോലെ തന്നെ നേർച്ചയാക്കൽ അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം എന്നുള്ള അർത്ഥത്തിൽ അറക്കൽ രാജകുടുംബത്തിൻ്റെ കീഴിലുള്ള വളരെ ഉയർന്ന വലിപ്പമുള്ള പള്ളിയാണ്. ഏകദേശം 3500ഓളം ആൾക്കാർ ജുമാക്ക് പങ്കെടുക്കും. ഇടവിട്ടാണ് ഞങ്ങളുടെ ഖുതുബ. അടുത്ത ആഴ്ചയിൽ കുറച്ചുകൂടി ആധികാരികമായിട്ട് റബ്ബിനോട് മാത്രമേ ദുആ ചെയ്യാൻ പാടുള്ളൂ എന്ന് ഖുർആന്റെയും ഹദീസിൻ്റെയും വെളിച്ചത്തിൽ ആയത്തുകൾ മാത്രം സമർത്ഥിച്ചുകൊണ്ട് അവതരിപ്പിക്കാൻ അവസരം കിട്ടി. തീർന്നില്ല, വീണ്ടുമുള്ള അടുത്ത ഖുതുബയിൽ നേർച്ച റബ്ബിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ളത്. അതോടൊപ്പം അതിന് ശേഷം എനിക്ക് കിട്ടുന്ന ചാൻസിൽ സത്യം ചെയ്യൽ അള്ളാഹുവിനോട് മാത്രമേ പാടുള്ളൂ എന്നുള്ള അർത്ഥത്തിൽ
2-3-4 ഖുതുബ നിർവഹിച്ച് കഴിയുമ്പോൾ എന്നെക്കുറിച്ച്